പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതവും സങ്കീർണവുമായ ഒന്നാണ്. വർഷങ്ങളായി തുടരുന്ന പ്രോക്സി യുദ്ധങ്ങളും തന്ത്രപരമായ ഭിന്നതകളും ഈ മേഖലയെ എപ്പോഴും ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളെയും മാധ്യമങ്ങളെയും ഒരേപോലെ അമ്പരപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നടത്തിവരുന്ന കടുത്ത സൈനികവും രാഷ്ട്രീയവുമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധാനന്തര സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഇറാനുമായി ഒരു നോൺ അഗ്രഗേഷൻ പാക്ട് അഥവാ പരസ്പര ആക്രമണ വിരുദ്ധ സമാധാന കരാർ രൂപീകരിക്കാൻ സൗദി അറേബ്യ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവിട്ട ഈ വാർത്ത പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായി മാറിയേക്കാം. ശത്രുതയുടെ പഴയ കോട്ടകൾ പൊളിച്ച് സമാധാനത്തിന്റെ പുതിയ പാലങ്ങൾ പണിയാനുള്ള റിയാദിന്റെ ഈ നീക്കം കേവലം ഒരു താൽക്കാലിക പ്രതിരോധ തന്ത്രമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പുതിയ സുരക്ഷാ നയത്തിന്റെ ഭാഗമാണ്. ഈ നയതന്ത്ര നീക്കത്തിന്റെ യാഥാർത്ഥ്യവും വസ്തുതകളും പരിശോധിക്കുമ്പോൾ ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ലെന്ന് വ്യക്തമാകും. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചതു മുതൽ പശ്ചിമേഷ്യയിൽ ഒരു തണുപ്പൻ യുദ്ധാവസാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ വൻ ശക്തികളുടെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന അസ്ഥിരത നേരിടാൻ ഒരു ഔദ്യോഗിക സമാധാന കരാർ തന്നെ വേണമെന്ന ബോധ്യത്തിലേക്ക് റിയാദ് എത്തിയിരിക്കുന്നു. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ശീതയുദ്ധകാലത്ത് യൂറോപ്പിലെ കടുത്ത സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഹെൽസിങ്കി കരാറിന്റെ മാതൃകയിലാണ് സൗദി അറേബ്യ ഈ പുതിയ സുരക്ഷാ ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ പരമ്പരാഗത സുരക്ഷാ സങ്കല്പങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. 1975 ഒപ്പുവെക്കപ്പെട്ട ഹെൽസിങ്കി കരാർ പാശ്ചാത്യ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒന്നാണ്. പരസ്പരം അതിർത്തികളെ ബഹുമാനിക്കുക, തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക തുടങ്ങിയ തന്ത്രപ്രധാനമായ തത്വങ്ങളിലൂടെയാണ് അന്ന് യൂറോപ്പിൽ സമാധാനമുണ്ടാക്കിയത്. ഇതേ മാതൃക പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുവരാൻ സൗദി അറേബ്യ ശ്രമിക്കുമ്പോൾ അത് മേഖലയിലെ ശക്തികൾ തമ്മിലുള്ള ഒരു പുതിയ പരസ്പര വിശ്വാസത്തിലുള്ള അടിത്തറയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ ഈ നിർദ്ദേശം മറ്റ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങളായും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളികളുമായും സൗദി അറേബ്യ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. മേഖലയിൽ ഇനിയൊരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വികസന കുതിപ്പിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ നന്നായി തിരിച്ചറിയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ഈ നീക്കത്തെ വളരെ പോസിറ്റീവായാണ് വീക്ഷിക്കുന്നത്. തങ്ങൾ ആക്രമിക്കപ്പെടില്ലെന്ന ശക്തമായ സുരക്ഷാ ഉറപ്പ് സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവർ വിലയിരുത്തുന്നു. വർഷങ്ങളായി തുടരുന്ന കടുത്ത ഉപരോധങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളും കാരണം ഒറ്റപ്പെട്ടുപോയ ഇറാന് ഇത്തരം ഒരു കരാർ വലിയൊരു നയതന്ത്ര വിജയമായിരിക്കും നൽകുക. അയൽ രാജ്യങ്ങളുമായി സമാധാനത്തിലാകുന്നത് വഴി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളുടെ മൂർച്ച കുറയ്ക്കാനും ഇറാന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹെൽസിങ്കി മാതൃകയിലുള്ള ഈ പ്രാദേശിക സുരക്ഷാ സംവിധാനം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയേറെയാണ്. സൗദി അറേബ്യയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ മാറുന്ന നയങ്ങളും സൈനിക സാന്നിധ്യത്തിലെ കുറവുമാണ്. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ സമീപകാലത്തായി അമേരിക്ക തങ്ങളുടെ ശ്രദ്ധ പശ്ചിമേഷ്യയിൽ നിന്ന് ഏഷ്യ പസഫിക് മേഖലയിലേക്ക് മാറ്റുന്നതായി സൂചനകളുമുണ്ട്. ഇതിനോടകം ഇറാനുമായി ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന സൈനിക ഏറ്റുമുട്ടലുകൾ അവസാനിക്കുമ്പോൾ കൂടുതൽ പ്രകോപിതരും അപകടകാരികളുമായ ഒരു ഇറാൻ തങ്ങളുടെ അയൽപ്പക്കത്ത് അവശേഷിക്കുമെന്ന ഭയം ഗൾഫ് രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കയുടെ പൂർണ്ണ സൈനിക സംരക്ഷണം ഇനി ലഭിച്ചേക്കില്ലെന്ന തിരിച്ചറിവാണ് സ്വന്തം നിലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ റിയാദിനെ പ്രേരിപ്പിക്കുന്നത്. വാഷിംഗ്ടണിന്റെ സുരക്ഷാ ഗ്യാരണ്ടിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സൗദി ഭരണാധികാരികൾ മനസ്സിലാക്കുന്നു. ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഇറാൻ തകർന്നടിഞ്ഞാലും അല്ലെങ്കിൽ കൂടുതൽ ശക്തരായി പുറത്തു വന്നാലും അതിന്റെ ആഘാതം ആദ്യം ഏൽക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിലേക്കായിരിക്കും. തങ്ങളുടെ എണ്ണപ്പാടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ ആക്രമണത്തിന് ഇരയാകാതിരിക്കാൻ നയതന്ത്രപരമായ ഒരു കവചം തീർക്കുകയാണ് സൗദി അറേബ്യ. ശത്രുവിനെ യുദ്ധക്കളത്തിൽ നേരിടുന്നതിനേക്കാൾ നല്ലത് അവരെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരികയും പരസ്പരം ആക്രമിക്കില്ലെന്ന് കരാറിൽ ഒപ്പിടുകയും ചെയ്യുക എന്ന പ്രായോഗിക രാഷ്ട്രീയമാണ് റിയാദ് ഇവിടെ പയറ്റുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ സൗദി അറേബ്യ തങ്ങളുടെ സൈനികവും നയതന്ത്രപരവുമായ പ്രതിരോധം ശക്തമാക്കാൻ മറ്റ് പ്രാദേശിക ശക്തികളുമായി കൈകോർക്കുന്നുണ്ട് എന്നത് ഈ തന്ത്രത്തിന്റെ മറ്റൊരു പ്രധാന വശമാണ്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് തുടങ്ങിയ പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം സൗദി അറേബ്യ സമീപകാലത്തായി വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് കേവലമൊരു യാദൃശ്ചികതയല്ല. ഇറാനുമായി സമാധാന കരാറിൽ ഏർപ്പെടുമ്പോഴും തങ്ങൾ ദുർബലരല്ല എന്ന കൃത്യമായ സന്ദേശം നൽകാൻ ഈ നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ സഖ്യങ്ങളിലൂടെ സൗദിക്ക് സാധിക്കുന്നു. ഒരു വശത്ത്
വശത്ത് ചർച്ചകളും മറുവശത്ത് ശക്തമായ പ്രതിരോധ സഖ്യങ്ങളും എന്ന ഈ ഇരട്ടത്താപ്പ് നയം റിയാദിന് വലിയൊരു നയതന്ത്ര മേൽക്കൈ നൽകുന്നുണ്ട്. തുർക്കിയുടെ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ ആണവ ശക്തിയും സൈനിക ശേഷിയും ഈജിപ്തിന്റെ തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും സൈനിക പാരമ്പര്യവും ഒരുമിച്ച് ചേരുമ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു ശക്തി കേന്ദ്രം രൂപപ്പെടുകയാണ്. ഇത് ഇറാനുമേൽ കൃത്യമായ ഒരു സമ്മർദ്ദം ചെലുത്താൻ സൗദിയെ സഹായിക്കും എന്ന കാര്യം ഉറപ്പാണ്. തങ്ങളുമായി സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ സൗദിക്ക് പിന്നിൽ വലിയൊരു സൈനിക സഖ്യം അണിനിരക്കുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇറാന് ഇതുവഴി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുതിയ അച്ചുതണ്ട് പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും. ഈ സമാധാന കരാർ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇതിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. പല അന്താരാഷ്ട്ര നിരീക്ഷകരും ഈ നീക്കത്തെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. വർഷങ്ങളായുള്ള പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ശത്രുത ഒരു കരാറിലൂടെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സംഘടനകളെ ഉപയോഗിച്ച് മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത് പൂർണ്ണമായി നിർത്തലാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുൻകാലങ്ങളിലുണ്ടായ പല കരാറുകളും ലംഘിക്കപ്പെട്ട ചരിത്രമുള്ളതിനാൽ ഈ പുതിയ നീക്കത്തെയും അതീവ ജാഗ്രതയോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന വെല്ലുവിളി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചില കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെയും നിലപാടുകളാണ്. ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തണമെന്ന നയമുള്ള ഇസ്രയേലിന് സൗദിയുടെ ഈ പുതിയ നീക്കം അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിഞ്ഞേക്കില്ല. സൗദി അറേബ്യ ഇറാനുമായി അടുക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അവർ വാദിച്ചേക്കാം. എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആഭ്യന്തര വികസന പദ്ധതിയായ വിഷൻ 2030 വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ മേഖലയിൽ ദീർഘകാല സമാധാനം അത്യാവശ്യമാണ്. അതിനായി ഇത്തരം വിമർശനങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് റിയാദിന്റെ തീരുമാനം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കനലൊടുങ്ങാത്ത യുദ്ധങ്ങളുടെയും ശത്രുതകളുടെയും കാലം കഴിഞ്ഞുവെന്നും ഇനി പ്രായോഗിക നയതന്ത്രത്തിന്റെ കാലമാണെന്നുമാണ് സൗദി അറേബ്യയുടെ ഈ പുതിയ നീക്കം തെളിയിക്കുന്നത്. അമേരിക്കൻ ആധിപത്യം കുറയുന്ന ഒരു യുദ്ധാനന്തര പശ്ചിമേഷ്യയിൽ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പാക്കാനും ഗൾഫ് രാജ്യങ്ങൾ പ്രാപ്തരാകുന്നതിന്റെ ലക്ഷണമാണിത്. ഇറാനുമായുള്ള ഈ നോൺ അഗ്രഗേഷൻ പാക്ട് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് മേഖലയിലെ വലിയൊരു യുദ്ധ സാധ്യതയെ എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം. ഹെൽസിങ്കി കരാർ യൂറോപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ പോലെ പശ്ചിമേഷ്യയിലും സമാധാനത്തിന്റെയും സാമ്പത്തിക സഹകരണത്തിന്റെയും പുതിയൊരു വസന്തം കൊണ്ടുവരാൻ ഈ നീക്കത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പഴയ ശത്രുതകൾ മറന്ന് വികസനത്തിനും സമാധാനത്തിനുമായി കൈകോർക്കാൻ തയ്യാറാകുന്ന ഈ പുതിയ പശ്ചിമേഷ്യൻ നയം ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാതൃകയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.